ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. സൗന്ദര്യലഹരി മംഗളാചരണം. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായതേ നമഃ. ഭഗവതിയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം 34. ശരീരത്വം ശംഭോ ശശിമിഹിരവക്ഷോരുഹയുഗം തവാത്മാനം മന്യേ ഭഗവതി നവാത്മാനമനഘം അദശേഷശേഷീത്യയമുഭയസാധാരണതയാ സ്ഥിതസംബന്ധോ വാ സമരസപരാനന്ദപരയോഃ. പദച്ഛേദം ചെയ്യാം. ശരീരം ത്വം ശംഭോഃ ശശി മിഹിര വക്ഷോരുഹയുഗം തവ ആത്മാനം മന്യേ ഭഗവതി നവാത്മാനം അനഘം അധശേഷഃ ശേഷീത്യയം ഉഭയസാധാരണതയാ സ്ഥിത സംബന്ധഃ വാം സമരസപരാനന്ദപരയോഃ. പദാർത്ഥം. ഹേ ഭഗവതി, അല്ലയോ ഭഗവതി, ത്വം നിന്തിരുവടി ശംഭോ ആനന്ദഭൈരവൻ്റെ, അതായത് ശംഭുവിൻ്റെ ശശി മിഹിര വക്ഷോരുഹയുഗം. ശശി പറഞ്ഞ ചന്ദ്രൻ, മിഹിര പറഞ്ഞ സൂര്യൻ. വക്ഷോരുഹയുഗം ചന്ദ്രസൂര്യന്മാരാകുന്ന രണ്ട് സ്ഥലങ്ങളോട് കൂടിയ അമ്മയുടെ ശരീരത്തെ പറ്റിയാണ് പറയുന്നത്. ശരീരം അങ്ങനെ ദേഹം, അങ്ങനെയുള്ള ദേഹമായിട്ട് അസി ഭവിക്കുന്നു. ആനന്ദഭൈരവിയായിട്ട് ഭവിക്കുന്നു എന്ന്. തവ ആനന്ദഭൈരവി രൂപമായ നിന്തിരുവടിയുടെ ആത്മാനം, അതായത് സ്വരൂപത്തെ, അനഘം നിർദോഷമായ നവാത്മാനം നവവ്യൂഹാത്മകമായിട്ട്. നവവ്യൂഹാത്മകമായിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് നവവ്യൂഹം. അത് ഇവിടെ നവവ്യൂഹം എന്തെല്ലാണെന്ന് പറഞ്ഞാൽ കാലവ്യൂഹം, കുലവ്യൂഹം, നാമവ്യൂഹം, ജ്ഞാനവ്യൂഹം, ചിത്തവ്യൂഹം, നാദവ്യൂഹം, ബിന്ദുവ്യൂഹം, കലാവ്യൂഹം, ജീവവ്യൂഹം എന്നിങ്ങനെ 9 അങ്ങനെയുള്ള നവവ്യൂഹ ആത്മകമായിട്ട് മന്യേ ഞാൻ വിചാരിക്കുന്നു. അധഃ ഇത് ഹേതുവായിട്ട്, ഇത് കാരണമായിട്ട് ശേഷഃ ശേഷഭൂതൻ, അതായത് അപ്രധാനൻ എന്നിവിടെ അർത്ഥം പറയുന്നു. ശേഷി പ്രധാനൻ, അതായത് സ്വാമി. ഇതി എന്നിങ്ങനെയുള്ള അയം ഈ സംബന്ധം ശേഷശേഷീഭാവബന്ധം സമരസപരാനന്ദപരയോഃ സാമരസ്യത്തെ പ്രാപിച്ച ആനന്ദഭൈരവാനന്ദഭൈരവീരൂപികളായ ആനന്ദഭൈരവാനന്ദഭൈരവീരൂപികളായ, അതായത് ഭഗവാനും ഭഗവതിയുള്ള രൂപത്തിൽ, വാം നിങ്ങൾക്ക് ഉഭയസാധാരണതയാ രണ്ടു പേർക്കും ഒരുപോലെയുള്ളതായി സ്ഥിതഃ ഇരിക്കുന്നു എന്ന്. ഇവിടെയും ഗൂഢാർത്ഥമാണ് ഭഗവാനെ പറ്റി പറയുന്നത്. ഭഗവാൻ ഭഗവതി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ 6 കൂട്ടം ഭഗങ്ങൾ ഉള്ളവരാണ്. ഐശ്വര്യം, ശ്രീ, യശസ്, വിദ്യ, ജ്ഞാനം, വിജ്ഞാനം എന്നൊക്കെയുള്ളതാണ്. വീര്യമാണ്. ഐശ്വര്യം, ശ്രീ, യശസ്, വീര്യം, ജ്ഞാനം, വിജ്ഞാനം എന്നിങ്ങനെയൊക്കെയുള്ള 6 ഭഗങ്ങളുള്ളവരാണ് ഭഗവാനും ഭഗവതിയും. അങ്ങനെയാണ് അവരെ ഭഗവാൻ, ഭഗവതി എന്നൊക്കെ പറയുന്നത്. നമ്മൾക്കിവിടെ സാരം പറയാം. അല്ലയോ ആനന്ദഭൈരവീ രൂപിണിയായ ഭഗവതി, നിന്തിരുവടി ആനന്ദഭൈരവസ്വാമിയുടെ ചന്ദ്രസൂര്യാത്മകങ്ങളായ സ്ഥലങ്ങളോടുകൂടിയ ശരീരമാകുന്നു. ഇത് മുമ്പൊരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ വീണ്ടും
പറയുകയാണ്. അമ്മയുടെ ശരീരത്തെപ്പറ്റി വർണ്ണിക്കുമ്പോൾ, ദേഹത്തെപ്പറ്റി വർണ്ണിക്കുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. നിന്തിരുവഴിയുടെ സ്വരൂപം നവവ്യൂഹാത്മകവും. അമ്മയുടെ സ്വരൂപം നവവ്യൂഹങ്ങൾ ഇവിടെ പറഞ്ഞു. വ്യൂഹം എന്ന് പറഞ്ഞാൽ കൂട്ടം. നിർദോഷവുമായ ആനന്ദഭൈരവൻ്റെ രൂപമാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ആനന്ദഭൈരവൻ്റെ, ഭഗവാന്റെ രൂപം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആര്? ഗ്രന്ഥകർത്താവ് വിചാരിക്കുന്നു. സാക്ഷാൽ ശങ്കര ഭഗവത്പാദർ വിചാരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് ഹേതുവായിട്ട് സാമരസ്യ രൂപ പരമാനന്ദ തത്പരന്മാരായ നിങ്ങൾക്ക് രണ്ടുപേർക്കും ശേഷൻ ശേഷി എന്നിങ്ങനെയുള്ള സംബന്ധം തുല്യമായി തന്നെ ഇരിക്കുന്നു എന്ന്. ഇത് ഹേതുവായിട്ട് സാമരസ്യ രൂപ പരമാനന്ദ തത്പരന്മാരായ നിങ്ങൾക്ക് രണ്ടുപേർക്കും ശേഷൻ ശേഷി എന്നിങ്ങനെയുള്ള സംബന്ധം തുല്യമായി തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്നു. ഭഗവതിയുടെയും ഭഗവാന്റെയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അത് ആനന്ദഭൈരവൻ എന്ന് പറഞ്ഞാൽ ആനന്ദ സ്വരൂപമായിട്ട് തന്നെ ഇരിക്കുന്നവരാണ് രണ്ടുപേരും എന്ന്, ഭഗവാനും ഭഗവതിയും. അപ്പോൾ ഇവിടെ ഭഗവതിയുടെ ദേഹത്തെപ്പറ്റി പറഞ്ഞു, ഭഗവാനെ പറ്റി പറഞ്ഞു. ഭൈരവൻ ആനന്ദഭൈരവൻ, ഭഗവതി ആനന്ദഭൈരവി. അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട ശ്ലോകമാണ് ഇവിടെ 34ാമത്തെ ശ്ലോകം. ആനന്ദഭൈരവി എന്നാണ് പറയുക. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാച, എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കായേന വാച മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേൻ സ്വഭാവാൻ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീ മഹാദേവീതി സമർപ്പയാമി. ഓം സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.